Hey guys, welcome back to my channel. So today's video is going to be a study vlog. ഇത് തലേന്നത്തെ രാത്രി 11:30 ക്ലിപ്പാണ്. ഇപ്പോൾ ഞാൻ റെക്കോർഡ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കെമിസ്ട്രി. കാരണം ഇതെനിക്ക് നെക്സ്റ്റ് ഡേ സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ആൻഡ് ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗിലത്തെ ക്ലിപ്പാണ്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്സ് എന്തോ എഴുതിക്കൊണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായിരുന്നു തോന്നുന്നു. കാരണം ഇത് ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അങ്ങനെ അതിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിൽ ഞാൻ മൂവി മാനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 7:57 എങ്ങാനായപ്പോൾ 8 മണിയായപ്പോൾ ഞാൻ അത് നിർത്തി. എന്നിട്ട് സ്കൂളിൽ പോകാനുള്ള ഒരു ഇതിലോട്ട് പോയി. ആൻഡ് ഇത് അതിൻ്റെ പിറ്റേ ദിവസത്തെ ക്ലിപ്പാണ്. കാരണം അന്ന് വൈകുന്നേരത്തൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. സോ ഇന്ന് ഒരു ഹോളിഡേ ആയിരുന്നു. മഴയാണെന്നും പറഞ്ഞ് ലീവ് വന്നതായിരുന്നു. പക്ഷേ നല്ല വെയിലായിരുന്നു അന്ന്, എന്താ അറിയില്ല. അപ്പോൾ ഞാൻ ഒരു 8 മണി 8:30 ആകുമ്പോൾ പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്റർ ഒരു ക്ലാസ് കണ്ട് നോട്ട് എഴുതി പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എജുപോർട്ടിൻ്റെ ക്ലാസ്സാണ് കണ്ടത്. നല്ല ക്ലാസ്സാണ്, വൃത്തിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ ചാപ്റ്ററിൻ്റെ പ്രശ്നമാണ്, എൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. ഇതൊരു പഠിച്ച് കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി മറന്നു പോകുന്നുണ്ട്. ഇനി അത് പ്രാക്ടീസ് ചെയ്താൽ ശരിയാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം എന്തൊക്കെയൊക്കെയോ മനസ്സിലാവുന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു ടോപ്പിക്ക് പഠിച്ച് അടുത്ത ടോപ്പിക്കിലോട്ട് പോകുമ്പോൾ മുന്നേ പഠിച്ച ടോപ്പിക്ക് മറക്കുവാണ്. പിന്നെ കുറേ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യാനുണ്ട്. അപ്പം എന്നെക്കൊണ്ട് ഈ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുന്നത് ഭയങ്കര മെനക്കേട് പിടിച്ച കാര്യമാണ്. സോ ഞാൻ എങ്ങനെയൊക്കെയോ അത് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അങ്ങനെ ഇത് അത്യാവശ്യം ലെങ്ത്തുള്ള ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തൊട്ടൊരു ഉച്ച വരെ അതിനിടയ്ക്ക് കുറേ ബ്രേക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്സ് തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ക്ലാസ് കണ്ടിട്ടും അല്ലാതെയും ഈ ഒരു ചാപ്റ്ററിൻ്റെ കുറേയൊക്കെ ഞാൻ നോക്കി. കാരണം എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. എനിക്ക് ഈ ചാപ്റ്ററിനെ പറ്റി 0 ഐഡിയ ആയിരുന്നു. ഉച്ചക്കത്തെ കാര്യമൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം രാവിലെ തൊട്ട് ഉച്ച വരെ മാത്സ് തന്നെയായിരുന്നു ഞാൻ നോക്കിയത്. ഇത് വൈകുന്നേരത്തെ ക്ലിപ്പാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്കൈ കാണുമ്പോൾ മനസ്സിലാവും, മഴക്കാറൊന്നും അങ്ങനെ ഇല്ല. ഇന്ന് വെറുതെ ലീവ് കിട്ടിയ പോലെയായി. പക്ഷേ ലീവ് കിട്ടുമ്പോൾ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, അപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ കുറേ സമയം ഞാൻ പുറത്ത് ഇങ്ങനെ പോയി ഇങ്ങനെ ഇരുന്ന്. പിന്നെ പെട്ടെന്നൊരു റിയലൈസേഷൻ വന്നപ്പോൾ ഞാൻ ബയോളജി പഠിക്കാൻ പോയി. കാരണം ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ നോക്കണ്ടേ. എനിക്ക് എല്ലാ സബ്ജക്റ്റും പെൻഡിങ് ആണ്. അപ്പോൾ ഞാൻ ബയോടെക്നോളജി എടുത്ത് വായിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വായിച്ചു. സംഭവം ഞാൻ പകുതി പോലും വായിച്ചിട്ടില്ല. ഭാഗം എങ്ങനെ വായിച്ചു എന്നറിയില്ല. വളരെ കുറച്ചേ വായിച്ചുള്ളൂ, കാരണം എനിക്ക് പെട്ടെന്ന് മടുത്തു അത്. അങ്ങനെ അതിനുശേഷം എനിക്കൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു ഫിസിക്സിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടിരുന്നു. ഇതെന്തായാലും കുറച്ച് സമയം പോവും. അപ്പോൾ കുറേ സമയം ഇതിൻ്റെ പിന്നാലെ പോവും. അപ്പോൾ അതിലൂടെ ഞാൻ ജോയിൻ ചെയ്യാണ്. എനിക്ക് പിന്നെ എല്ലാ സബ്ജക്റ്റും പെൻഡിങ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന സബ്ജക്റ്റ് പഠിക്കണം എന്നില്ല. എനിക്ക് ഒന്ന് പഠിച്ച് മടുക്കുമ്പോൾ അടുത്തതിലോട്ട് സ്വിച്ച് ചെയ്യാം. കാരണം എല്ലാ സബ്ജക്റ്റും പെൻഡിങ് ഉണ്ട്. ഞാനെല്ലാം ഫസ്റ്റിലും സെക്കൻഡിലും ഉണ്ട് അത്ര. അതാ പറയുന്നത്, അന്നന്ന് പഠിക്കുന്നത് അന്നന്ന് തന്നെ പഠിക്കണം. അതാകുമ്പോൾ ബാക്ക്ലോഗ്സ് ഉണ്ടാവില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിനുശേഷം ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രഷായി നെക്സ്റ്റ് ഒരു കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് ഞാൻ റെക്കോർഡ് എഴുതാനിരുന്നു. ഇതാണ് മെയിൻ കാര്യം. കാരണം ഇതെനിക്ക് നെക്സ്റ്റ് ഡേ വെക്കണം. അപ്പോൾ ഞാൻ സൈഡിൽ സഫാവിത്ത് പെന്നാന്ന് തോന്നുന്നു കാണുന്നുണ്ട്. പിന്നെ ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ കോട്ടേജ് ഫെയറി വെച്ചു. ഈ 2 ചാനൽ തന്നെയാണ് ഞാൻ അധികവും മാറ്റി കാണൽ. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.